കാസർഗോഡ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടെ സംഘർഷം. പടന്നിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കല്ലീറും പോലീസിന്റെ ലാത്തിച്ചാർജും നടന്നു. PP ദാമോദരൻ സ്മാരക മന്ദിരത്തിന് നേരെയും ആക്രമണം നടന്നു. ആരും തിരിച്ചാക്രമണത്തിന് മുതിരരുതെന്ന് പ്രവർത്തകരോട് സന്ദീപ് വാര്യരുടെ വൈകാരിക പ്രതികരണം. ഞാൻ പറയുന്നത് നിങ്ങൾക്കാകണം. നിങ്ങൾ അച്ചടക്കമുള്ള പാണക്കാട് കുറുപ്പനക്കത്താവാതെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുയായികളാണ്. ഒരു കാരണവശാലും ഇവിടെ ഇപ്പൊ ഒരു സംഘർഷം നിൽക്കണ്ട. ഇത് ലോകം അവസാനിക്കുന്ന ദിവസമല്ല. സന്ദീപ് ഇവിടെ തന്നെയുണ്ട്. ഈ പടന്ന കടപ്പുറം ഇവിടെ തന്നെയുണ്ട്. ഈ എറിഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഭൂമിയിലുണ്ടെങ്കിൽ നമ്മളെ നടപടി എടുത്തിരിപ്പിക്കും. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. രതീഷ്, തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? പോലീസ് നടപടി എത്തരത്തിലാണ്? സോന, ഇപ്പോൾ സംഭവങ്ങൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും വൈകിട്ട് രാത്രി 8:30യോടെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. സന്ദീപ് വാര്യരുടെ വിജയാഹ്ലാദ യാത്ര റോഡ് ഷോ ഈ പടന്ന കടപ്പുറത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ റോഡ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇത് അവിടുത്തെ ഡിവൈഎസ്എഫ് പ്രവർത്തകർ ഉൾപ്പെടെ ചോദ്യം ചെയ്ത സാഹചര്യവും തുടർന്ന് വാക്കേറ്റമുണ്ടാകുകയും സംഘർഷത്തിലേക്ക് എത്തുകയുമായിരുന്നു. തുടർന്ന് ഇരുപക്ഷവും കല്ലെറിഞ്ഞതായാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. തുടർന്ന് പോലീസ് എത്തി ലാത്തിചാർജ് ഉൾപ്പെടെ നടത്തി. അതിനിടയിൽ പരസ്പരം നടന്നുവെന്ന് തുടർന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 5ഓളം LDF പ്രവർത്തകർക്ക് പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. തലയ്ക്ക് കല്ലേറുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ ലീഗിന്റെ പ്രാദേശിക നേതാവ് അമീനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രദേശത്ത് പോലീസ് ശക്തമായ പരിശോധനയും അതുപോലെ തന്നെ ക്യാമ്പിംഗ് നടത്തുന്നുണ്ട്. നിരവധി പോലീസ് സംഘം ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അറുതി വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ശാന്തരാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള സംഘർഷം വരും ദിവസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി സ്ഥലത്താകെ പോലീസിന്റെ കൂടുതൽ സേനകളെ വിന്യസിക്കാനുള്ള തീരുമാനത്തിലുമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സേന. എന്തായാലും നിലവിൽ സംഘർഷത്തിന് അയവ് വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്ത് തുടരുന്നുണ്ട്. സോന. ശരി, രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.